ജന്തർ മന്ദർ സമരവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം. ടി.ജി. മോഹൻദാസിന്റെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. ജന്തർ മന്ദർ സമരവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തിയ ടി.ജി. മോഹൻദാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോഹൻദാസിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥികളെ അപമാനിച്ച മോഹൻദാസ് തെമ്മാടി ഞങ്ങൾ എടുത്തോളാം. ദില്ലിയിൽ സമരം ചെയ്യും. വിദ്യാർത്ഥികളെ അപമാനിച്ച മോഹൻദാസ് പറഞ്ഞാരേ മോഹൻദാസ് തെമ്മാടി RSS നേതാവ് നിന്നെ ഞങ്ങൾ എടുത്തോളാം. പറയുന്നാരെന്നറിയാമോ കളിച്ചോ സൂക്ഷിച്ചോ ഇൻക്ലാബ് സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി നിഖിൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങൾക്കകത്ത് ഡൽഹിയിൽ ഐതിഹാസികമായിട്ടുള്ള സമരം നയിച്ച ഈ രാജ്യമാകെ സ്നേഹാദരങ്ങളോടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ യുവത്വത്തെ, വിദ്യാർത്ഥികളെ അങ്ങേയറ്റം അപഹസിക്കുന്ന, അപമാനിക്കുന്ന, അതിൽ പങ്കെടുത്ത പെൺകുട്ടികളെ അടക്കം വളരെ മോശമായി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോയാണ് ടി.ജി. മോഹൻദാസിൻ്റെതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനെതിരായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഉയർന്നു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മുന്നോട്ട് വരുന്ന പെൺകുട്ടികൾ, സ്ത്രീകളെല്ലാം മോശക്കാരാണ്, അവരെ മറ്റൊരു കണ്ണിലൂടെ കാണുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് ടി.ജി. മോഹൻദാസ് നടത്തിയത് എന്നുള്ളത് കാണേണ്ടതുണ്ട്. തീർച്ചയായും ഇത് വലിയ രീതിയിൽ അപലപിക്കപ്പെടേണ്ടതും, ഇനി ഈ കേരളത്തിന്റെ പൊതുസമൂഹം, ലോകം തന്നെ മാതൃകയായി കണക്കാക്കുന്ന, വളരെയേറെ പുരോഗമനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹം തിരുത്തപ്പെടേണ്ടതും തിരുത്തിക്കേണ്ടതുമാണ് എന്നുള്ളതിൽ നമുക്കൊന്നും തർക്കമില്ല. ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം സോഷ്യൽ മീഡിയക്കകത്ത് വരുമ്പോൾ ഏറ്റവും അടിയന്തരമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ കൊച്ചിയിലെ സഖാക്കൾ, മട്ടാഞ്ചേരിയിലെ സഖാക്കൾ ചേർന്നുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാൾ ഈ പരിസരത്ത് ജീവിച്ചിരിക്കുന്നതായി ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് പോലും വലിയ ധാരണയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എവിടെയാണ് ഈ മഹാൻ താമസിക്കുന്നത്, എവിടെയാണ് ഈ മഹാൻ ജീവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ശ്രമകരമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ താമസിക്കുന്നത് ഇവിടെയാണ്, ചെർളായി ഭാഗത്താണ്, ഉവപ്പാട ഭാഗത്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അന്വേഷണങ്ങൾക്കൊടുവിൽ നാടുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്താത്ത, നാട്ടുകാരുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത, സ്വന്തം വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ
എങ്ങനെയാണെങ്കിലും ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ വേണ്ടി അദ്ദേഹം തയ്യാറാകില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം അദ്ദേഹം ആകെ ബന്ധപ്പെടുന്നത് RSSുമായിട്ട് മാത്രമാണ് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. RSSന്റെ വിവിധ ചുമതലകൾക്കകത്ത് പ്രവർത്തിക്കുക, ജന്മഭൂമി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ അത്തരത്തിലുള്ള RSSുമായി ബന്ധപ്പെട്ട് BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് RSS കഴിഞ്ഞ കാലങ്ങൾക്കകത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു നൽകിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോ TG മോഹൻദാസ് ഈ കേരളത്തിന്റെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നിരന്തരം സമ്പർക്കം പുലർത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ള അത്തരത്തിലുള്ള അഭിപ്രായമാണ് ഇവിടെ പങ്കുവച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇത്തരത്തിൽ ഏത് നിലയിൽ പരിശോധിച്ചാലും അപലപിക്കപ്പെടേണ്ടുന്ന ഒഴിവാക്കേണ്ടുന്ന പരാമർശമാണ് നടന്നിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യകരമാണ്. DYFI സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുക ഏരിയ എന്നുള്ള നിലയ്ക്ക് അതിന്റെ എല്ലാ മര്യാദകളും കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഇതൊരു ജനങ്ങൾ താമസിക്കുന്ന ഒരു 80 വയസ്സുകാരനാണ് എന്ന് അതിന് മുകളിൽ അയാൾ കാണിച്ചില്ലെങ്കിൽ കൂടി തിരിച്ച് DYFI മാന്യതയുണ്ട്, ഒരു മര്യാദയുണ്ട്. അദ്ദേഹത്തിന്റെ DYFI എന്നുള്ള പ്രസ്ഥാനത്തിന് ഒരു മാന്യതയുണ്ട്. സമര പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണാണ് മട്ടാഞ്ചേരിയുടെ മണ്ണ് എന്ന് പറയുന്നത്. ആ മട്ടാഞ്ചേരിക്കും കേരളത്തിനും അപമാനമായിട്ടാണ് TG മോഹൻദാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെയും, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കർഫ്യൂ അവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും എല്ലാം വെടിവെച്ചു കൊല്ലുമായിരുന്നു എന്ന് ഈ രാജ്യത്തെ നോക്കി വിളിച്ചു പറഞ്ഞ ഒരു നികൃഷ്ട ജീവിയുടെ വീടിന് മുമ്പിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അതിന്റെ തുടർച്ചയിലാണ് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സ്ത്രീത്വത്തെ എത്ര കണ്ട് അപകീർത്തികരപ്പെടുത്താൻ കഴിയുമോ അത്ര കണ്ട് മോശമാക്കിക്കൊണ്ട് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി കേരളത്തിലെ സ്ത്രീകളെയും പൊതുസമൂഹത്തെയും അവഹേളിക്കുന്ന നിലപാട് ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയേറെ വിവാദമായ വീഡിയോ ഉണ്ടായിട്ടും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് നാളിതുവരെയായി പോലീസ് ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താനോ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ സോഷ്യൽ മീഡിയയും ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് മോശപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ കേസെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഡൽഹി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെയും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം നടത്തി യുവജനങ്ങൾക്കെതിരെയൊക്കെ കേസെടുക്കുന്ന പോലീസ്, കേരളത്തിലെ പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ പൊതുസമൂഹത്തിനകത്ത് തുറന്നു കാണിച്ചുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഭാവം കൂടി DYFI ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണ്. 80 വയസ്സൊക്കെ പിന്നിട്ടിട്ടുണ്ട്. DYFI ഇതൊരു സൂചനാ സമരമായിട്ടാണ് ഇന്നിപ്പോ ഈ സമരത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ്. ഇങ്ങനെയുള്ള ആളുകളെ നന്നായി കൈകാര്യം ചെയ്യാൻ DYFIക്ക് അറിയാം. TG മോഹൻദാസ് ഇവിടെയുള്ള വിവരം ഞങ്ങൾ പോലും അറിയുന്നത് ഇന്ന് രാവിലെയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു RSSന്റെ പ്രവർത്തകനായി ഒതുങ്ങിക്കൂടി അദ്ദേഹം ഇന്നലെ സ്ത്രീ സമൂഹത്തെ പൊരുതുന്ന സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം വന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാത്തൊരു കാര്യമേ ഉള്ളൂ. എന്തെന്നാൽ ഡൽഹിയിൽ നടന്ന സമരം നമുക്കറിയാം. ജന്തർ മന്ദറിൽ നടന്ന സമരം, CJP നടത്തിയ സമരത്തിൽ യുവജന പ്രസ്ഥാനമായ DYFIയും വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ഒക്കെ ആ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. നമ്മളൊക്കെ കണ്ടാണത്, വളരെ ദയനീയമാണത്. ആ വിദ്യാർത്ഥികളെയൊക്കെ പോലീസ് മാത്രമല്ല, പോലീസിന്റെ കോട്ടണിഞ്ഞുകൊണ്ട് ഗുണ്ടകളെയാണ് അമിത്ഷാ ആഭ്യന്തര വകുപ്പ് അവിടെ ഇറക്കി വിട്ടത്. അവരെയൊക്കെ ആക്രമിക്കുന്നതും തല്ലുന്നതും ഒക്കെ കാണുമ്പോഴുള്ള പ്രയാസം, ആ പല പോലീസുകാരും സ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥികളെയും മറ്റു. ജില്ലാ പ്രസിഡന്റ് ബിബിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA KJ മാക്സി, CPM ഏരിയ സെക്രട്ടറി PS രാജം, ബ്ലോക്ക് പ്രസിഡന്റ് സാഞ്ചസ് റാഫേൽ, മനീഷ രാധാകൃഷ്ണൻ, സലാഹുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ.
ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ്നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.